അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതെന്താ മോനെ അങ്കാര എന്ന് പറഞ്ഞിട്ട് വേറെ അടിപൊളി സാധനമാണ്. അങ്കാര എന്ന് പറഞ്ഞാൽ ഞാനും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയ ഹോട്ടൽ. ചോദിച്ചപ്പോൾ ഒരു അങ്കാര എന്ന് പറഞ്ഞ സാധനമാണ് ഏറ്റവും സ്പൈസി ആയിട്ടുള്ള പനീറിൻ്റെ ഐറ്റം എന്ന് പറഞ്ഞു. എന്താ ടേസ്റ്റ് ഉണ്ടോ? ഞാനിതൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ തുടങ്ങി. ദൈവം, ഇതെന്താ സംഭവം? കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. സെറ്റ് സാധനം. അപ്പം സൂറത്ത് കഴിഞ്ഞ് മുംബൈൻ്റെ സൂറത്തിൻ്റെ ഇടയിലാണ്. അപ്പോൾ രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ സമയം 8 ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഫുഡ് കഴിച്ചേക്കാന്ന് കരുതി കയറിയതാണ്. കയറിയപ്പം കുറേ ഹോട്ടലുകൾ കണ്ടു, വെറുതെ ലൈറ്റൊക്കെ ഇട്ടിട്ട്. പക്ഷേ ആരും കയറിയൊന്നും കാണുന്നില്ല. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ കയറുന്ന കണ്ടു. കാറുകളെല്ലാം പുറത്ത് നിർത്തിയിട്ട് ഉള്ളിൽ ആളിരിക്കുന്നത് കണ്ടു. കാറ് പുറത്ത് നിർത്തിയിട്ടാൽ മാത്രം വരെ ഉള്ളിൽ ആളിരിക്കുന്നതെന്നും കൂടെ നമ്മൾ ഉറപ്പിച്ചിട്ടേ ഹോട്ടലിൽ കയറാം. കാരണം ഇവിടെ ആൾ വരുന്നുണ്ടോയെന്ന് ഉറപ്പിച്ചാൽ നല്ല ഫുഡ് കൊടുക്കുന്നുണ്ടാവുമെന്നാണ് അതിൻ്റെ ഏകദേശ രൂപം. അപ്പോൾ ആ ഒരു ഗസ്റ്റോടെ കയറി. പക്ഷേ കയറിയതാ ഈ ഒരു സാധനം ഓർഡർ ചെയ്ത്. ഇത് അങ്കാര എന്ന് പറഞ്ഞ സാധനമാണ് പനീറിൻ്റെ. അപ്പോൾ പനീറിൻ്റെ ഒരു ഏറ്റവും നല്ല സാധനം എന്താണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ അങ്കാര എന്ന് പറഞ്ഞു. അങ്കാരൻ്റെ മീനിങ് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് വേർഡ് കേൾക്കുന്നത്. പക്ഷെ സാധനം കഴിച്ച് നോക്കി. സാധനം അടിപൊളി സാധനം അല്ലേ. പനീറെല്ലാം കൂടെ കട്ട് ചെയ്ത് ഇങ്ങനെ ചൊകാന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. നാല് ബട്ടർ റൊട്ടി പറഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞ് 2 കൊണ്ടുവരാം. അത് കഴിഞ്ഞ് അത് ഉണങ്ങിപ്പോവും അതിന് മുമ്പ്. അപ്പോൾ കഴിച്ചൊരു പകുതി ആകുമ്പോൾ അടുത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്ന 2 ലേറ്റ് ആയിട്ട്. പിന്നെ ഇത്ര വലിയൊരു മുളക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വേറെ ഉണ്ടോ നല്ല ഉള്ളിയും തക്കാളിയൊക്കെ വേറെയും വെച്ചിട്ടുണ്ട്. സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. അതൊരു കൊള്ളാമെന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് വ്ളോഗ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്തിരി ലേറ്റായിട്ട് എൻ്റെ കഴിക്കുന്ന ഹോട്ടലിൽ കാണാൻ തുടങ്ങിയത്. ഇവർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന ബട്ടറും കൊള്ളാം കേട്ടോ. ഇനി ഹോട്ടലിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കഴിച്ചതിൻ്റെ ഇറങ്ങുമ്പോൾ ഞാൻ ഹോട്ടലിൽ ഏതാണെന്ന് പേരെന്താണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം നല്ല എന്താ പറയുക നല്ല ഹോട്ടലാണ്. പുറമേ നിന്ന് കാണുമ്പോൾ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് സൂറത്തിൻ്റെയും വാപ്പി എന്ന് പറഞ്ഞ 2 ഗുജറാത്തിലെ 2 സ്ഥലങ്ങൾക്കിടയിലാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയായിരുന്നു. ഒരുപാട് ഹോട്ടൽസ് ഇതേപോലെ ലൈറ്റൊക്കെ വെച്ചിട്ട് കണ്ടു. പക്ഷേ ഈ ഹോട്ടൽസിനകത്തൊക്കെ ആളെയൊന്നും കണ്ടില്ല. പക്ഷേ ഈ ഹോട്ടലിൽ കണ്ടപ്പോൾ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാൻ വരുന്നത് കണ്ടു. അങ്ങനെയാണ് ഇവിടെ കയറിയത്. ഇവിടെ കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഓർഡർ ചെയ്ത സമയത്ത് ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ തന്തൂരി റൊട്ടിയും അതേപോലെ തന്നെ പനീർ അങ്കാര എന്ന് പറയുന്ന സാധനം. അങ്കാരാണ് ഇവരുടെ സ്പെഷ്യൽ. അതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ സംഭവം അടിപൊളി ടേസ്റ്റുള്ള സാധനം. പനീർ അങ്കാര. ഇപ്പം നിങ്ങൾ ഇതേപോലെ സൂറത്ത് നിന്ന് മുംബൈയിലൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ സൂറത്ത് കഴിഞ്ഞ ഉടനെ ഈ ഹോട്ടൽ സുർബി എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ കയറാം. പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ നോൺ വെജിറ്റേറിയൻ ഹോട്ടൽസൊക്കെ നോക്കി. പിന്നെ എത്രത്തോളം ട്രസ്റ്റബിളാണെന്ന് അറിയില്ലല്ലോ ഇവരുടെ ഫുഡൊക്കെ. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ നല്ല റേറ്റിംഗ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ ഒരുപാട് പേര് വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ മുമ്പിൽ നല്ല പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും കംഫർട്ടബിൾ ആയതുകൊണ്ട് നമ്മളിവിടെ കയറിയത്. അപ്പം ഹോട്ടലിൻ്റെ പേര് മറക്കണ്ട, സുർബി. ഈ വഴിക്ക് എങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കയറി ഭക്ഷണം കഴിച്ച് നോക്കാം. ഞാൻ ഓൾറെഡി ഭക്ഷണം കഴിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണ് ഉള്ളത്. അതുകൊണ്ട് പറഞ്ഞാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.